Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight's രേണു ഭർത്താവ് മരിച്ചത് ഒരു അനുഗ്രഹമായിട്ട് നടക്കുന്നതാണ് രേണു. കറക്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെന്ന് വെച്ചാൽ ജീവൻ തുല്യം സ്നേഹിക്കണാണ് നമ്മളെ മക്കളെ. പക്ഷെ ഒരിക്കൽ പോലും രേണുവിന്റെ സ്വന്തം ഇഷ്ടം, അതായത് സ്വന്തം സുഖം. കാരണം രേണുവിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം. അത് മാത്രമേ ഉള്ളൂ രേണുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം ആരെങ്കിലും നോക്കിക്കോട്ടെ മക്കളെ, നമ്മൾ ഒരു ദിവസം അബോട്ടിന്റെ കാര്യം ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞു? ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഹനാൻ പറഞ്ഞപ്പോ ഞാൻ അപ്പൊ ശരിയാണല്ലേ എന്നുള്ളൊരു മൈൻഡിൽ എന്റെ വന്നു. രേണുസുതി ഒരു ആളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അയാള് ഗർഭം ധരിക്കുകയും അതിനകത്ത് അബോർഷൻ ചെയ്തു. ഇങ്ങനെ സംഭവം നമ്മൾ അറിഞ്ഞു. ഞാൻ ഈ സംഭവം അറിഞ്ഞതാണ്, അന്നേ ഞാനിത് അറിഞ്ഞതാണ്. ഈ സംഭവങ്ങളൊന്നും, ഈ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ രേണുസുതി ബിഗ് ബോസിനുള്ളിലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ പറ്റി ഓരോരോ ആൾക്കാർ പറയണത്. ഓരോരോ റിയാക്ഷൻ വീഡിയോസ് വരുമ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ 3-4 ദിവസങ്ങളായിട്ട് ഇപ്പം രേണുസുതിയുടെ അബോർഷനെ കുറിച്ചാണ് മിക്ക റിയാക്ഷൻ വീഡിയോയും. ഞാൻ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സത്യമാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഉള്ള റൈറ്റ്സ് ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോനെ കുറിച്ചൊന്നും ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഈ ഒരു അബോർഷൻ വീഡിയോനെ കുറിച്ച് പറയാനും അല്ല വന്നത്. അത് അവരുടെ ജീവിതമാണ്, രേണുസുതിയുടെ ജീവിതമാണ്. എങ്ങനെയൊക്കെയാണ് ആക്കി തീർക്കേണ്ടത് എന്നുള്ളത് അവരുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മളതിൽ തലയിടേണ്ട ഒരാവശ്യമില്ല. പക്ഷേ അവരെ ചുറ്റിപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഇതൊന്നും അവരറിയണില്ല. അവർ ബിഗ് ബോസിലാണല്ലോ. ഇനിയിപ്പോൾ പുറത്തിറങ്ങി വരുമ്പം എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഇതൊക്കെ ഒരു തരത്തിൽ നോക്കിയാൽ ഈ ഒരു വിവാദങ്ങളുടെ എല്ലാം കാരണക്കാരി രേണുസുതി തന്നെയാണ്. അവർ പബ്ലിസിറ്റി ആവാനായിട്ട് ഈ ഒരു കൊല്ലം സുധിച്ചേട്ടൻ്റെ പേരിൽ അവർ പബ്ലിസിറ്റി ആവാനായിട്ട് പല മാർഗങ്ങളും സ്വീകരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. നെഗറ്റീവ് രീതിയിലാണ് അവർ പബ്ലിസിറ്റി ആയി വന്നതും സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറായിട്ട് വന്നതും. അപ്പം ആ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞപ്പം അവർ പിന്നെ ഈ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൻ്റെ ആ ഒരു പാത നിർത്തിയിരുന്നെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് കണ്ടൻറ്റ് കൊടുത്ത് പോയിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് ഈ ഒരു ഗതി വരില്ലായിരുന്നു. ഇന്ന് ഈ ഒരു അപവാദങ്ങളെല്ലാം കൂടി ഒന്നിച്ച് അവരുടെ തലയിലേക്ക് വരില്ലായിരുന്നു. ആളുകളുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം നേടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അവർ വീണ്ടും വീണ്ടും റീച്ചിന് വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്ത് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ആവാൻ വേണ്ടിയിട്ട് എത്ര പേര് നെഗറ്റീവ് പറയുന്നോ, 1000 പേര് നെഗറ്റീവ് പറയുന്നോ, 10,000 പേര് നെഗറ്റീവ് പറയുന്നോ, നിങ്ങളെക്കൊണ്ടെല്ലാം ഞാൻ എൻ്റെ പേര് പറയിപ്പിക്കും, രേണുസുതി എന്ന് പറയിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോരോ വീഡിയോസ് പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം കാണുമ്പം അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതിലുപരി അവരോട് ദേഷ്യം വരുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഈ ഒരു പ്രവർത്തികളെല്ലാം എല്ലാവരും ഒരുപോലെ എടുക്കണം എന്നില്ല. പല ആൾക്കാർക്കും പല ചിന്താഗതികളാണ്. അപ്പം ആ ഒരു കാരണത്താലാണ് ഇവർക്കെതിരെ ഇത്രയും കാര്യങ്ങൾ, ഓരോരോ കാര്യങ്ങൾ പൊടി തട്ടി ഓരോരുത്തർ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിനൊക്കെ പറയുകയെന്നറിയില്ല. ഇവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ, അബോർഷനൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതും സ്വന്തം ഭർത്താവായിട്ടുള്ള കൊല്ലം സുധി മരിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ ഇവർ മറ്റൊരാളുടെ കുഞ്ഞിനെ അബോർഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അപ്പം എത്രയ്ക്ക് സ്വഭാവം, അതായത് എന്ത് സ്വഭാവമുള്ളൊരു സ്ത്രീയാണ് നിങ്ങൾ അല്ലേ? സ്വന്തം ഭർത്താവ് ഇരിക്കുമ്പോൾ തന്നെ അപ്പം ഈ ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ട്, ബന്ധം ഉണ്ട് എന്ന് വേണ്ടേ നമ്മളിതിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പം ഈ ഒരു കൊല്ലം സുധിയുടെ മരണശേഷം എൻ്റെ സുധിച്ചേട്ടൻ എന്ന് ഈ പറഞ്ഞ് കരയണതും ഈ നിലവിളിക്കണതും ഒക്കെ അപ്പം വെറും അഭിനയമാണോ? കുട്ടികളോട് കാണിക്കണ അതായത് കുട്ടികളെ ഒന്നും ഒരു ശ്രദ്ധയില്ലാതെ നോക്കുന്നതും ഇതൊക്കെ അപ്പം ഇപ്പം ബിഗ് ബോസിലിരുന്ന് കരയണേ കണ്ടു ലേറ്റസ്റ്റ് ആയിട്ട്. എൻ്റെ കിച്ചുവിനെ കാണാതെ എനിക്ക് വയ്യ, എൻ്റെ ഋതപ്പനെ കാണാതെ എനിക്ക് വയ്യ, നിങ്ങളാണ് അമ്മയുടെ ലോകം, അമ്മയ്ക്ക് നിങ്ങൾ കഴിഞ്ഞ് വേറെ എന്തോ ഉള്ളൂ എന്നൊക്കെ പറയണത് കരയണ കണ്ടു. അപ്പം കുറേ ആൾക്കാർ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് രേണുസുധീൻ്റെ ഒറിജിനലായിട്ടുള്ള കണ്ണീരാണ്, അത് അവർക്ക് ആ മക്കളോടുള്ള സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടിരുന്നു. അവരൊക്കെ അന്ധമായിട്ട് രേണുസുധീൻ്റെ ഫാൻസാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം അറിയണത്. ഓരോരോ ദിവസവും
അവരെക്കുറിച്ച് അറിയണത്. അവരവിടെ ഇല്ല, ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ അവരില്ല, ബിഗ് ബോസിനുള്ളിലാണ്. അവിടെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു ഉപാധികളും ഇല്ല. എന്നിട്ടും അവരെക്കുറിച്ച് ബിഗ് ബോസ് തുടങ്ങിയിട്ട് തന്നെ 1 മാസം കഴിഞ്ഞു. എന്നിട്ടും അവരെക്കുറിച്ച് ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കണ്ടൻറ്റുകളുടെ ഒരു ക്ഷാമവും ഇല്ല. ഓരോ ദിവസമായിട്ട് ഓരോന്നായിട്ട് വന്നിട്ടേ ഇരിക്കുകയാണ്. ഭയങ്കര ചൂടോട് കൂടിയിട്ട് പോകുന്ന ഒരു കണ്ടൻറ്റാണ് രേണുസുധീൻ്റെ അബോർഷൻ. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇനി അവർ പുറത്തു വന്നിട്ട് എങ്ങനെയായിരിക്കും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുക? ഇനി ആരെങ്കിലും ഇവരെ കൊണ്ടൊക്കെ റീച്ചിന് വേണ്ടിയാണെങ്കിൽ കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമോ? എനിക്കറിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ ഒരു സുധിച്ചേട്ടനോട് കാണിക്കുന്ന സ്നേഹവും മക്കളോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം കള്ളത്തരാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊരു എന്താ പറയുക, മുഖം മൂടി വെച്ചിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു 3-4 ദിവസത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ന്യൂസും കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോസും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കാണുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ഒരു കാര്യം, എൻ്റെ അഭിപ്രായം അബോർഷനെ കുറിച്ച് ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ സത്യമാണെങ്കിൽ അപ്പം ഇവരൊരു ഫേക്കായിട്ടുള്ള ലേഡി അല്ലേ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.